Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കാരാട്ടുകുറീസ് ധനക്ഷേമനിധി തട്ടിപ്പിൽ ഇരകളായ നിക്ഷേപകർ സമരത്തിനൊരുങ്ങുന്നു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും നിക്ഷേപകരുടെ പണവുമായി കടന്നുകളഞ്ഞ ഉടമകൾ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുകയാണ്. സമരങ്ങൾക്കൊപ്പം നിയമപരമായ പോരാട്ടവും നടത്താനാണ് നിക്ഷേപകരുടെ തീരുമാനം. കഴിഞ്ഞ 19-നാണ് കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കോടിക്കണക്കിന് രൂപയുമായി ഉടമകൾ മുങ്ങിയത്. നിക്ഷേപകരിൽ നിന്നും 200 കോടിയോളം രൂപയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ തട്ടിയെടുത്തത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ 600-ലേറെ പരാതികൾ ലഭിച്ചിട്ടും നിലമ്പൂർ പോലീസിന് എടക്കര സ്വദേശികളായ സന്തോഷ്, മുബഷിർ എന്നിവരെ ഇതുവരെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. കമ്പനി ഉടമകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസ് അന്വേഷണം ഇഴയാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി നിക്ഷേപകർ യോഗം ചേർന്നത്. ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പണം നഷ്ടമായ 200ഓളം നിക്ഷേപകർ പങ്കെടുത്തു. യോഗത്തിൽ മുനീർ ചുങ്കത്ര ചെയർമാനും വിനോദ് നെച്ചിക്കാട്ടിൽ കൺവീനറും പ്രസീത പാല ട്രഷററുമായി 21-അംഗ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ഞങ്ങൾ ഇന്നിവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് അവർ വന്ന് അഡ്വക്കേറ്റിന്റെ ഒക്കെ സഹായത്തോടുകൂടി നമ്മുടെ പരിപാടിക്ക് ഒരു സ്റ്റാർട്ടിങ് കുറിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ സമരപരിപാടികളായിട്ട് മുമ്പോട്ടുള്ള പ്ലാനിങ് തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സമരപരിപാടികൾ നിർത്താതെ ചെയ്യുക. ഇനി ഇതുപോലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ അടുത്തൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഞങ്ങൾ ഇതിന്റെ അവസാന ഘട്ടം വരെയും ഈ സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആളുകളാണ് ഇന്നിവിടെ ഈ വന്ന് കൂടിയിട്ടുള്ളതൊക്കെ. ഇന്ന് നമ്മുടെ നേതാക്കന്മാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ധൈര്യം പകരുന്ന ഒരു കാര്യം കൂടെയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ, കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്, അഡ്വക്കേറ്റ് അബ്ദുൾ റാക്കിബ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.